കേരളം ഭരിക്കുന്ന CPM എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പാർട്ടിയുടെ എലക്റ്റഡ് ആയിട്ടുള്ള സ്വതന്ത്ര MLA, അതായത് പാർട്ടി കൊടുത്ത ടിക്കറ്റിൽ മത്സരിച്ച സ്വതന്ത്ര MLA PV അൻവറിന്റെ ആരോപണം തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ 1% പോലും ക്രെഡിബിലിറ്റി അയാൾക്ക് കൊടുക്കുന്നുമില്ല. പക്ഷെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർ ചിലരുടെ പേരെടുക്കുക. MR അജിത് കുമാർ, ADGP, അതായത് കേരള പോലീസിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ഹെഡ്, സുജിത് ദാസ്, മറ്റൊരു SP, അതിനേക്കാൾ ഉപരിയായിട്ട് കേരള ചീഫ് മിനിസ്റ്ററിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. എന്താണ് MR അജിത് കുമാർ എന്ന DGPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന സീരിയസ് ആണ് അലിഗേഷൻ. അൻവർ പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനെക്കാളിലും വലിയത്, അതായത് വേൾഡിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനലിനേക്കാളും മുകളിലാണ് MR അജിത് കുമാർ എന്ന് പറയുന്ന IPS ഓഫീസർ അദ്ദേഹത്തിന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പറയുകയാണ് മർഡറുകൾ, അതായത് കൊലപാതകങ്ങൾ നേരിട്ട് നടത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഭാര്യയുടെ ഫോണും മറ്റുള്ള ബന്ധുക്കളുടെയും ഇൻലോസിന്റെ ഒക്കെ ഫോൺ ഉപയോഗിച്ച് കച്ചവടങ്ങൾ നടത്തുന്നു. സ്വർണ്ണ കച്ചവടത്തിന്റെ ഭാഗമായി അതിന്റെ എല്ലാ നെറ്റ്വർക്കും റാക്കറ്റും കൺട്രോൾ ചെയ്യുന്നത് ADGP ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറയുന്നു. സീരിയസ് ആണ് ഈ സംഭവം. എന്നിട്ട് നിശബ്ദമായിട്ടിരിക്കാൻ പറ്റത്തില്ല കേരളത്തിലെ പോലീസ് സേനയ്ക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും. ഇതിനകത്ത് റാക്കറ്റ് എന്ന് പറയുന്നത് അൻവർ പറയുന്ന ശശിയുമായിട്ട്, P ശശിയുമായിട്ട് ചേർന്നിട്ടാണ്. എവിടുന്ന് എങ്ങോട്ട് പോയി ഗെയിം? അൻവർ രണ്ടും തീരുമാനിച്ച് ഈ കാര്യങ്ങൾ എക്സ്പോസ് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇയാൾക്ക് അൻവറിന് 1% പോലും ക്രെഡിബിലിറ്റി കൊടുത്തിട്ടില്ല. പക്ഷെ സീരിയസ് ആണ്. MR അജിത് കുമാർ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസേഴ്സ്, അതായത് കേരളത്തിലെ IPS ഓഫീസേഴ്സിനാണെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ടോപ്പ് ടു ബോട്ടം വെരി സീരിയസ്. അതേപോലെ തന്നെ സുജിത് ദാസ്, മറ്റൊരു IPS ഓഫീസർ, 25 വയസ്സ് ഉള്ളപ്പോൾ IPS നേരിട്ട് എഴുതിയെടുത്ത ഒരാളാണ്. ആലോചിച്ച് നോക്കുക. അയാളുടെ ടെലിഫോണിക് കോൺവെർസേഷൻ ചില കേൾക്കുമ്പോൾ ഞാൻ ചെവി വരെ അടച്ചു. കാരണം ഇത്രമാത്രം ഒരു ചെറുപ്പക്കാരൻ IPS നേരിട്ട് എഴുതിയ ഒരാൾക്ക് താഴാൻ പറ്റുമോ? അത് അയാളുടെ ജീവിതം മുഴുവനും ഇയാൾ മന്ത്രിയായിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇയാൾ ആ സമയത്ത് IG ആയിരിക്കും നമുക്ക് സുഖിക്കാം. ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഈ IPS ഓഫീസർ, യുവ IPS ഓഫീസർ MR അജിത് കുമാറിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ? കേരളത്തിലെ CPM-ഉം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റുള്ളവർ നിശബ്ദമായിട്ടിരിക്കാൻ പാടില്ല. ഇത് കേട്ടിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സുജിത് ദാസ് പറയുന്നത്? ആലോചിച്ച് നോക്കൂ. നിങ്ങളിതെല്ലാം കേട്ട് കാണും, കേട്ടിട്ടുണ്ടാകും. എത്രയും പെട്ടെന്ന് സുജിത് ദാസിനെതിരെ നിയമ നടപടി എടുത്തിട്ട് അയാളെ IPS-ൽ നിന്ന്, സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. അയാൾ ഒരിക്കലും ഇന്ത്യൻ പോലീസ് സർവീസിൽ തുടരാൻ യോഗ്യതയുള്ള ഒരാളെ അല്ല. DOPTക്ക് കംപ്ലൈന്റ് ഇത് കൊടുക്കണം കേരള ഗവൺമെന്റ്. കാരണം ഇയാളെ ഇനി സർവീസിൽ വെച്ചോണ്ടിരിക്കരുത്. അങ്ങനെ തന്നെയാണ് ഞാൻ സീനിയർ ആയിട്ടുള്ള IAS ഓഫീസറും IPS ഓഫീസറും ടെലിഫോൺ സംഭാഷണത്തിൽ പറയുക. ഗവൺമെന്റ് അങ്ങനെ ഒരു നടപടി എടുക്കണം. പിന്നെ സുജിത് ദാസിനെ പറ്റി കസ്റ്റംസിൽ ഇരുന്ന സംഭവത്തെ പറ്റി അൻവർ പറയുന്നത് ചുമ്മാതെ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആണ്. കാരണം സുജിത് ദാസിന് 10-25 വയസ്സിൽ IPS എഴുതിയെടുത്ത ആളാണ് ഒന്ന്. പിന്നീട് മറ്റൊരു കാര്യം, ഇയാൾ കസ്റ്റംസിൽ ആദ്യ സർവീസിൽ ജോലിക്ക് ചേരുന്നു. ഇത് പലരോടും ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം ഡൽഹിയിലാണ് ആദ്യത്തെ അവരുടെ ട്രെയിനിങ്, അതിനുശേഷം ചെന്നൈ. അപ്പൊ അതിനുശേഷം 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഈ പോർട്ടിലോ എയർപോർട്ടിലോ അങ്ങനെയുള്ള പല ഭാഗത്തും ഇവർക്ക് ട്രെയിനിങ്ങിന്റെ സമയം. ഇയാൾ 8 മാസമോ 9 മാസമോ കസ്റ്റംസിൽ ജോലി ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് കസ്റ്റംസിനകത്ത് അവിടെയുള്ള വലിയൊരു റാക്കറ്റ് ഉദ്യോഗസ്ഥന്മാരോട് ചുമ്മാതെ നോൺസെൻസ് ആണ് അൻവർ പറയുന്നത്. അത് വിശ്വസനീയം. പക്ഷെ അൻവറും ഈ സുജിത് ദാസുമായിട്ടുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ, ഇറ്റ് ഈസ് സംതിങ് ഹൊറിബിൾ. ഒരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം,
കേരളത്തിലെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടൊരു MLA പറയുകയാണ്, അയാൾ പോലീസ് ഓഫീസേഴ്സിന്റെ ഇവിടുത്തെ MLA-മാരുടെയും പലരുടെയും ഫോൺ ചോർത്തി. അയാൾ സ്വന്തമായിട്ട് പറയാണ് ഞാനാണ് ചോർത്തിയത്. അപ്പൊ ഇയാൾ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മലപ്പുറത്ത് പല സ്വന്തമായിട്ട് ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തുന്നവരുണ്ട്. ഇയാൾ ഈ ഫോൺ ചോർത്തി അയാളുടെ റെക്കോർഡ് അയാളുടെ കൈവശം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് പറയുകയാണ്, അത് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയും വേഗം കേരള പോലീസ് അയാളുടെ വീട് റെയ്ഡ് ചെയ്യണം. കാരണം ഇന്ത്യയിലെ എല്ലാ സംഭവവും വയലേറ്റ് ചെയ്തിട്ട് പറയുകയാണ് ഒരു MLA, കോൺസ്റ്റിറ്റ്യൂഷണലി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA പറയുകയാണ്, ഞാൻ ഈ പറയുന്ന പോലീസ് ഓഫീസേഴ്സ് MLA-മാർ ഇവരുടെയൊക്കെ ഫോൺ ഞാൻ ചോർത്തിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഫോൺ ടാപ്പ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കുക. സുപ്രീം കോടതി ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് കേരളത്തിന്റെ ഹോം സെക്രട്ടറി ഒഫീഷ്യലി കത്തെഴുതണം, അതായത് ഈ ടെലിഫോൺ പ്രൊവൈഡിങ് കമ്പനിക്ക്. എന്നിട്ടാണ് ഈ സംഭവം അവർ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് കേസുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് അത് ചെയ്യുന്നത്. പിന്നെ ക്രിമിനൽ ക്രൈമിന്റെ ഭാഗമായിട്ട് ഈ ആൾക്കാർ ഈ ഫോൺ നമ്പർ എവിടുന്ന് ലൊക്കേറ്റ് ചെയ്ത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അൻവറിന് പേറോളിലുള്ള പല പോലീസുകാരും അതിനകത്തുണ്ട്. ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഷാജൻസ്കറിയ പൂനെയിൽ പോയി, മറുനാട്ടിൽ ഷാജൻസ്കറിയ, അതിനുശേഷം അയാള് ഡൽഹിയിൽ സിദ്ധാർത്ഥ് രുദ്രയെ കാണാൻ ഡിഫൻസ് കോളനിയിൽ പോയി. ഇതൊക്കെ പോലീസുകാർ ഇയാൾക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് മറ്റുള്ള പല സംഭവക്കാരെ വെച്ച് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മലപ്പുറം കോഴിക്കോട് എന്ന് പറയുന്നത് ബേസിക്കലി തീവ്രവാദത്തിന്റെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇതാണ് നടക്കുന്നുണ്ടെങ്കിൽ കേരള പോലീസ് പൂർണ്ണമായിട്ടും തകർന്നു. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതിന് MR അജിത് കുമാർ കൂട്ടുനിന്നു എന്ന് ഇയാൾ പറയുന്നു. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, അതേപോലെ റാക്കറ്റുകൾ ഉണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കുക. ഇവിടെ MR അജിത് കുമാർ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഈ കേരള ഗവൺമെന്റ് ഈ പറയുന്ന അൻവർ പറയുന്ന ആരോപണത്തെ പറ്റി അന്വേഷിച്ച് നടപടി എടുത്തില്ല എങ്കിൽ താങ്കൾ ഈ സർവീസിൽ നിന്ന് ലീവ് എടുക്കണം, അല്ലെങ്കിൽ സെൻട്രൽ സർവീസിലോട്ട് പോകണം. താങ്കൾ സ്വയമായിട്ട് ഇറങ്ങി നടപടി എടുക്കാൻ ശ്രമിക്കണം. കാരണം ഈ അൻവറിനെ അകത്താക്കാവുന്ന പ്രൊവിഷൻസ് എല്ലാം അൻവർ പറഞ്ഞിട്ടുണ്ട്. ടാപ്പ് ചെയ്യുന്നു. അതായത് താങ്കൾ അജിത് കുമാറിനെ പറ്റി താങ്കളെ പറ്റി പറഞ്ഞേക്കുന്നത് താങ്കൾ ദാവൂദിനേക്കാളും വലിയൊരു കില്ലറാണ്, ഒരു പ്രൊഫഷണൽ മർഡറാണ് താങ്കൾ. സ്വർണ്ണക്കള്ളക്കടത്തിൽ കൂടെ കോടികൾ താങ്കൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കളുമായിട്ട് ബന്ധപ്പെട്ട പല പോലീസ് ഓഫീസേഴ്സുമായിട്ടും താഴേക്കുള്ള പോലീസ് താങ്കളുടെ വർക്ക് ചെയ്തവരെല്ലാം പറയുന്നുണ്ട് താങ്കൾ ഒരു ജെന്റിൽമാനാണ്. പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശശിയൊക്കെ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു. അത് രാഷ്ട്രീയമാണ്. അതിനാണല്ലോ താങ്കളെ അവരെ പിടിച്ചിരുത്തിയേക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു അലിഗേഷൻ അൻവർ ഉന്നയിക്കുമ്പോൾ അതും വെച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് മുഴുവനും നാണക്കേട്, IPS-ന് മുഴുവൻ നാണക്കേടായിട്ട് താങ്കൾ കണ്ടിന്യൂ ചെയ്യുന്നത് തെറ്റാണ്. അത് ഗവൺമെന്റിനോട് താങ്കൾ നേരിട്ട് പറയണം. ഇതിനൊരു ഉത്തരം വേണം. അല്ലെങ്കിൽ താങ്കൾ ഈ സർവീസിൽ നിന്ന് ലീവ് എടുക്കണം. കാരണം ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ പറയണം. കാരണം വല്ലാത്തൊരു അലിഗേഷനാണ്, വളരെ സീരിയസ് അലിഗേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു MLA പറയുകയാണ്, അതായത് ADGP-യുടെ ഫോൺ, അയാളുടെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ഫോൺ, മറ്റുള്ള പോലീസ് ഓഫീസേഴ്സിന്റെ ഫോൺ അയാൾ ടാപ്പ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, എവിടെയാണ് പോകുന്നത് ഈ സംഭവം? അതേപോലെ ഞാൻ വളരെ ഇതായിട്ട് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, കേരളത്തിലെ പല പോലീസ് ഓഫീസേഴ്സ് ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഈ പറയുന്ന പത്രസമ്മേളനം ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞേക്കുന്നത്. കാരണം ഇയാൾക്ക് ഈ പറയുന്ന പോലീസ് സേനയ്ക്കകത്തുള്ള അടി ശരിക്കും മുതലാക്കുന്നത്. കാരണം കേരളത്തിലെ പോലീസ് സേനയ്ക്ക് പറ്റിയൊരു മന്ത്രിയെ അല്ല പിണറായി വിജയൻ. ഇതാണ് വീണ്ടും പ്രൂവ് ചെയ്യുന്നത്. കാരണം ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയിൽപ്പെട്ടൊരു MLA പറയുകയാണ് പിണറായി വിജയന്റെ ഓഫീസ്, അതായത് ശശി, ഞാൻ ശശിയോട് കൂടായി പറയുന്നത്, പൊളിറ്റിക്സിന്റെ കാര്യമല്ല ഇത് പറയുന്നത്, വളരെ സീരിയസ് അലിഗേഷനാണ്. കാരണം
നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിക്കും യാതൊരു വാലിഡിറ്റിയും കൊടുക്കുന്നില്ല. ആലോചിച്ച് നോക്കുക, ഒരു ഭരണക്രമത്തിന്റെ സിസ്റ്റം മുഴുവനും അൻവർ പൊളിച്ച് നാശമാക്കി വെച്ചേക്കുവാണ്. അത് ഈ പറയുന്ന സിനിമാ മേഖലയും മറ്റുള്ള പ്രശ്നങ്ങളെക്കാൾ വളരെ സീരിയസ് ആണ് ഈ ഇഷ്യൂ. ഒരു സ്റ്റേറ്റിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മർഡർ, സ്വർണ്ണക്കച്ചവടം, കള്ളക്കടത്ത് ഇതൊക്കെ നടത്തുന്നു. എങ്ങോട്ടേ സംഭവം പോകുന്നത്? ഇതിനകത്ത് ആക്ഷൻ എടുത്തില്ല എങ്കിൽ അജിത് കുമാറിനോട് നേരിട്ട് പറയുകയാണ്, താങ്കളുടെയും ഈ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുകയാണ്. എന്താണെന്നുള്ളത് താങ്കൾ തീരുമാനിക്കുക.